ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മൂന്നാം ഘട്ടവും അതേപോലെ നാലാം ഘട്ടവും 10th പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഒരു 10 ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ 10 ടോപ്പിക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ടെങ്കിലും വേണം എക്സാമിന് ഉറപ്പായിട്ടും പോകാനായിട്ട്. ചിലപ്പോൾ ആ ഒരു 10 മാർക്കും ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, ബ്രിക്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് പരീക്ഷകളിലും ആവർത്തിച്ച്, ആദ്യത്തെ പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും രണ്ടാമത്തെ പരീക്ഷകളിൽ എന്താണ് അല്ലെ ഒരൊറ്റ ക്വസ്റ്റൻ ആ ഒരു MCQ ടൈപ്പിലും എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിക്സിൽ നമുക്ക് പഠിക്കേണ്ടത് ആദ്യം എന്താണ് ബ്രിക്സ്, അതെന്ന് പറഞ്ഞാൽ എന്താണ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും, ബി എന്ന് പറഞ്ഞാൽ അത് ബ്രസീൽ. അതേപോലെ തന്നെ അടുത്ത ഏതാണ്, ആർ എന്താണ് റഷ്യ. അതേപോലെ ഐ എന്ന് പറയുന്നത് ഇന്ത്യയും, സി അടുത്തെന്താണ് സി അല്ലെ, സി എന്ന് പറയുമ്പോൾ ഏതാണ്, അത് ചൈനയാണ്. അതേപോലെ എസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. ഇങ്ങനെയുള്ള ഇത്രയും രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു എന്തെന്ന് പറയുന്നത്, ബ്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ 9 അംഗങ്ങളുണ്ട്. അപ്പൊ ആദ്യമേ ഈ ബ്രിക്സ് ആയിരുന്നു. ഓക്കെ, ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് എന്ത് കൂട്ടിച്ചേർന്നത്, സൗത്ത് ആഫ്രിക്ക കൂട്ടിച്ചേർന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അത് ചൈനയിലാണ്. അത് എവിടെയാണ്, ചൈനയിലെ ഷാങ്ഹായിലാണ് ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 2006 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് പറയുന്നത് നിലവിലെ അംഗങ്ങളുടെ എണ്ണം 9 അപ്പൊ നമ്മൾ ഇത്രയും അംഗങ്ങൾ പറഞ്ഞു, സൗത്ത് ആഫ്രിക്ക വരെ നമ്മൾ പറഞ്ഞു. പിന്നെയുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ, അതേപോലെ ഈജിപ്ത്, പിന്നെയുള്ളത് എത്യോപ്യ, ലാസ്റ്റ് വരുന്ന UAE. ഇത്രയുമാണ് ഈ 9 രാജ്യങ്ങളാണ് നിലവിൽ ബ്രിക്സിലെ അംഗങ്ങളായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ വർഷങ്ങൾ നോക്കാം. എന്താണ് 2006 പ്രത്യേകത, 2006 സെപ്റ്റംബർ 20 ആദ്യത്തെ ബ്രിക്സിന്റെ മന്ത്രിതല യോഗം നടന്നത്. ആദ്യ യോഗം നടന്നത് 2006 അപ്പോ 2009 എന്താണ് പ്രത്യേകത, 2009 ജൂൺ 16, 2009 ജൂൺ 16 ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് നമ്മൾ ആതിഥേയത്വം വഹിക്കുന്നത്. ഓക്കെ, റഷ്യയിലാണ്. ഓക്കെ, ഇനി എന്താണ്, അപ്പൊ ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടി, ഫസ്റ്റ് ഉച്ചകോടിയാണ് 2029 ഫസ്റ്റ് ഉച്ചകോടിയാണ്. ഇനി എന്താണ് 2010 അതേപോലെ 10ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ദക്ഷിണാഫ്രിക്ക, ഞാൻ പറഞ്ഞു ആദ്യം ബ്രിക് ആയിരുന്നു. 2010 ദക്ഷിണാഫ്രിക്ക ഈ ബ്രിക്കില് അംഗമാകുന്നത്. അങ്ങനെയാണ് അത് ബ്രിക്സ് ആയിട്ട് മാറുന്നത്. ദക്ഷിണാഫ്രിക്ക അംഗമാകുന്നത് 2010. ഇനിയുള്ള ഈ 3 വർഷം 2012, 16, 21 ഇത് മൂന്നിലും എന്താണ് പ്രത്യേകത, ഇന്ത്യയാണ് ഈ 3 ഉച്ചകോടിയിലും ആതിഥേയത്വം വഹിക്കുന്നത്. 2012 അതേപോലെ 16, 21. ഈ 21ാമത്തെ ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്നത് എന്തായിരുന്നു, കോവിഡിന്റെ സമയം ആയതുകൊണ്ട് തന്നെ അതൊരു വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു. നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു ഇത് രണ്ടിലെയും ആരാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 2012 ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കാര്യം, അദ്ദേഹം ഈയിടയ്ക്ക് മരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു വെക്കണം. അപ്പൊ 2012, 16, 21 ഈ 3 വർഷങ്ങളിലാണ് ബ്രിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് 2023 2023 ഓഗസ്റ്റിലാണ് എവിടെ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അത് എത്രാമതാണ്, 15ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്. 2024 വേദിയാണ് റഷ്യയിലെ എവിടെയാണ്, റഷ്യയിലെ കസാൻ. ഓക്കെ, അപ്പൊ എവിടെയാണ് 2024 വേദി എന്ന് പറയുന്നത്, റഷ്യയാണ്. അതെവിടെയാണ്, കസാൻ. അതായത് 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. ചിലപ്പോൾ അത് അങ്ങനെ ചോദിക്കുള്ളൂ, 16ാമത് ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ 15ാമത് ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും 17ാമത്. അത് 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രസീലാണ് 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചൈനയിലെ ഷാങ്ഹായി ആണ്. ബ്രിക്സിലെ അംഗങ്ങളുടെ എണ്ണം 9. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE. 2006 ആദ്യമായിട്ടൊരു മന്ത്രിതല യോഗം ചേരുന്നത്. 2009 ജൂൺ 16 ആദ്യ ഉച്ചകോടിയും 2010 ദക്ഷിണാഫ്രിക്ക ബ്രിക്കിലേക്ക് അംഗമായ ബ്രിക്സ് എന്നായിട്ട് മാറി. 2012, 16, 21 3 വർഷങ്ങളിലാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. 12 അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു. 16ലും 21ലും ആരായിരുന്നു,
നമ്മുടെ നരേന്ദ്രമോദിയാണ്. 2023 ഓഗസ്റ്റിലാണ് 15ാമത് ഉച്ചകോടി. 2024 അവിടെ മുതലാണ് നമുക്ക് പഠിക്കേണ്ടത്. എവിടെയാണ്? റഷ്യ, കസാൻ ആണ്. 2025 ഉച്ചകോടി എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. ഇനിയിപ്പോ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം 17ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ഇവിടെ നമ്മുടെ 2025 ബ്രസീലിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതായിരുന്നു 2 ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഫസ്റ്റ് പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടി നടന്നത് കസാനിലാണ്. കണ്ടോ, 2024 ഒന്നും പറയില്ല, അവിടെ എന്താണ് 16ാം ഉച്ചകോടി. അപ്പൊ നമുക്കറിയാം അതെവിടെയാണ്? റഷ്യയിലെ കസാനിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റല്ലേ? ഈ പ്രസ്താവന തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു, അതെവിടെയാണ്? ചൈന. ചൈനയിലെ ഷാങ്ഹായി ആണ് ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇവിടെയും തെറ്റാണ്. ബ്രിക്സ് രൂപം കൊണ്ടത് 2009 അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ. കസാൻ എവിടെയാണ്? റഷ്യ. ഈ 2 ക്വസ്റ്റ്യൻ ആണ് 1ഉം 2ഉം ഫേസിൽ നമുക്ക് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത്. അപ്പൊ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. 2025 എവിടെയാണത്? ബ്രസീലാണെന്നും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്സിൽ വരുന്നതാണ് 2024 നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഭൗതിക ശാസ്ത്ര നോബൽ ആർക്കാണ് ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത്? അത് ജോൺ ജെ ഹോപ്ഫീൽഡും അതേപോലെ തന്നെ ആരാണ്? ജെഫ്രി ഇ ഹിൻഡൻ ആണ്. ജെഫ്രി ഇ ഹിൻഡനും ആ 2 പേർക്കാണ് ഭൗതിക ശാസ്ത്രം നമ്മുടെ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് ലഭിച്ചത്. ഫിസിക്സ്. ഓക്കെ, എന്താണ് അവർ ചെയ്തത്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും എന്താണ്? മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? എന്താണ്? ഹോപ്ഫീൽഡ് കണക്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ഹോപ്പും ഇല്ലാതിരുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഹിന്റ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. തന്നിരിക്കുന്നതിൽ ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചവർ ആരൊക്കെയെന്നും പറഞ്ഞൊരു 4 പേര് തന്നിട്ട് 1ഉം 2ഉം 2ഉം 3ഉം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഹോപ്പും ഹിൻഡനുമാണ് അല്ലെ. ഹോപ്പ് ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു ഹിന്റ് കിട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് വൈദ്യശാസ്ത്ര നോബൽ. ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്? വിക്ടർ അംബ്രോസും ഗാരി റുവ്കിൻ 2 പേർക്കാണ്. എന്താണ് അവർ കണ്ടുപിടിച്ചത്? മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്കിനുമാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രസതന്ത്ര നോബൽ. രസതന്ത്ര നോബൽ ആർക്കൊക്കെയായിരുന്നു? ഡേവിഡ് ബെക്കർ. ഡേവിഡ് ബെക്കറിന് എന്തിനാണ് ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ് ഡേവിഡ് ബെക്കറിന് ലഭിച്ചത്. നെക്സ്റ്റ് ആണ് ഡെമിസ് ഹസാബിസും ജോൺ ജെമ്പർ. അപ്പൊ രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. കഴിഞ്ഞ LGSനാണെന്ന് തോന്നുന്നു ചോദിച്ചു ഇങ്ങനെയായിരുന്നു, രസതന്ത്രത്തിന് എത്ര പേർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചതെന്നായിരുന്നു. അതിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേർക്കാണ്. അതേപോലെയും ചോദിക്കാം എളുപ്പത്തിൽ. അപ്പൊ അല്ലെങ്കിൽ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ആരൊക്കെയാണ്? ബേക്കറും ഹസാബിസും ജെമ്പറുമാണ്. ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഇദ്ദേഹത്തിന് എന്താണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും ഹസാബിസിനും ജെമ്പറിനുമാണ് എന്ത്? പ്രോട്ടീന്റെ ഘടനാ പ്രവചനത്തിനുമാണ് രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സാഹിത്യ നോബൽ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സാഹിത്യ നോബലാണ് ചോദിച്ചത്. ആരാണ്? ഹാൻ കാങ്, ദക്ഷിണ കൊറിയക്കാരിയാണ്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കുക, സാഹിത്യ നോബൽ ആർക്കാണ്? ഹാൻ കാങ്, ദക്ഷിണ കൊറിയക്കാരിയാണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട കുറച്ചധികം ഫാക്ട്സ് ഉണ്ട്. കാര്യം ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ഹാൻ കാങ്ങിനെ പറ്റി ചോദിച്ചത്. ഹാൻ കാങ്ങിന്റെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ത്? ദ വൈറ്റ് ബുക്ക്. ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന അവരുടെ ആത്മകഥാപരമായ ഒരു നോവലാണ് ദ വൈറ്റ് ബുക്ക്. പിന്നെയുള്ളതായിരുന്നു എന്താണ്? ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദ വെജിറ്റേറിയൻ. ദി വെജിറ്റേറിയൻ എന്ന പുസ്തകത്തിന് എന്ത് ലഭിച്ചു? 2016 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഈ പറയുന്ന വെജിറ്റേറിയൻ എന്ന കൃതിക്കാണ്. മാൻ ബുക്കർ പ്രൈസ്. ഓക്കെ, അതേപോലെ തന്നെ ഈ കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ എന്ന ബുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ. അതായത് ദ വെജിറ്റേറിയൻ എന്ന ബുക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തതാണ് CV ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബേബി ബുദ്ധ എന്ന് പറയുന്നത് മറ്റൊരു കൃതിയാണ്. ബേബി ബുദ്ധ. ബേബി
ബുദ്ധ. പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന 18ാമത് വനിതയാണ് ഹാൻ കാങ് എന്ന് പറയുന്നത്. 18ാമത് വനിത. അതേപോലെ തന്നെ എന്താണ് സാഹിത്യത്തിന് നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്, ഫസ്റ്റ് ഏഷ്യൻ വനിതയാണ് ഈ പറയുന്ന ആരാ, നമ്മുടെ ഹാൻ കാങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലേക്ക്, ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ സമാധാന നോബൽ, അടുത്തതാണ് സമാധാന നോബൽ. എന്തിനാണ്? നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഏത് വർഷം? 2024 സമാധാന നോബൽ ആർക്കാണ്? നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനക്കാണ്. അതായത് എന്തായിരുന്നു? നമ്മുടെ ജപ്പാനിലെ സംഘടനയാണ്. ഈ സംഘടനയുടെ മറ്റൊരു പേരാണ് എന്ത്? ഹിബാകുഷ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിബാകുഷ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആണവായുധത്തില്, ഹിരോഷിമ നാഗസാക്കി ആണവായുധത്തില് എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷപ്പെട്ട് അതിജീവിച്ചവരെ പറയുന്ന പേരാണ് ഹിബാകുഷുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹിബാകുഷ എന്ന് പറയുന്ന സംഘടനയും എന്താണ്? ഈ പറയുന്ന നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനയുടെ മറ്റൊരു പേരാണ്. അതായത് ഈ പറയുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ബോംബ് ഇട്ടതിന് ശേഷം, ആണവ ബോംബ് ഇട്ടതിന് ശേഷമാണ് ഈ സംഘടനക്കാരും ഇനി ഒരിക്കലും എന്താണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകരുത് എന്നൊരു ആ ഒരു തീരുമാനത്തിലാണ് ഇവർ ഇങ്ങനൊരു സംഘടനയെ രൂപീകരിക്കുന്നത്. ഓക്കെ, സാമ്പത്തിക നോബൽ. അടുത്തതാണ് സാമ്പത്തിക നോബൽ. ആർക്കൊക്കെയാണ്? 3 പേർക്കാണ്. ഡാരൻ അസമെഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അങ്ങനെ 3 പേർക്കാണ് സാമ്പത്തിക നോബൽ പ്രൈസ് ലഭിച്ചത്. എന്താണ്? അസമെഗ്ലു, ജോൺസൺ, റോബിൻസൺ. സംസ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ദ നാരോ കോറിഡോർ, സ്റ്റേറ്റ് സൊസൈറ്റീസ് ആൻഡ് ദ ഫെയ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദ നാരോ കോറിഡോർ, സ്റ്റേറ്റ് സൊസൈറ്റീസ് ആൻഡ് ദ ഫെയ്റ്റ് ഓഫ് ദ ലിബർട്ടി. ഈ പുസ്തകം എഴുതിയത് ഡാരൻ അസമെഗ്ലുവും അതേപോലെ തന്നെ ജെയിംസ് റോബിൻസണും ചേർന്നിട്ടാണ് ഈ പുസ്തകം. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് 2024 പഠിക്കാനുള്ളത്. ഇതൊക്കെയായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കാം. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിക്കുന്ന ഹാൻ കാങ്ങിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. എങ്കിൽ നോബൽ പ്രൈസ് ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ്. സാഹിത്യത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ശരിയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് 2016 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. ദ വൈറ്റ് ബുക്ക് എന്നത് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതെല്ലാം എന്താണ്? ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. അടുത്തത് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് ഏത്? നിഹോൻ ഹിഡാൻക്യോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ എന്നുള്ളത്. ഓക്കെ, എല്ലാ പരീക്ഷകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മൗലിക അവകാശങ്ങളിൽ പാർലമെന്റിന്റെ പ്രസക്തി. പാർലമെന്റിനാണ് മൗലിക അവകാശങ്ങൾ എന്നല്ല, എന്തിനേയും എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ? ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ്. എന്താണ് സുപ്രീം കോടതി? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. എങ്കിൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് അമേരിക്ക? നമുക്കറിയാം അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യുന്നത്? കടം കൊണ്ടത്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഈ ആശയം കടം കൊണ്ടത്. ഇത് ഭാഗം 3 എന്ത് പറയുന്നത്? മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത് ഭാഗം 3. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട 1-2 ടോപ്പിക് പോയിന്റുകളുണ്ട്. ഒന്ന് എന്താണ്? ഇത് ന്യായവാദമാണ് അല്ലെ? ന്യായവാദം, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൗലികാവകാശങ്ങൾ നമുക്ക് നടത്തി കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ്? സുപ്രീം കോടതി റിട്ടുകളൊക്കെ അല്ലെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണിത്? നോട്ട് അബ്സല്യൂട്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല? പരിപൂർണമല്ല. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത് ഏത്? അതായത് മൗലിക അവകാശങ്ങൾ എന്തല്ല? അത് പരിപൂർണമല്ല. ഓക്കെ, ഇനി എന്താണ്? 12 മുതൽ 15 വരെയാണ്, ആർട്ടിക്കിൾ 12 മുതൽ 15 വരെയാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതിൽ എന്താണ്?
ഈ 12 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്നതിന് നിർവചനം കൊടുക്കുന്നതാണ്. ഈ 12 പറയുന്ന എന്താണ്? സ്റ്റേറ്റിന് നമ്മൾ നിർവചനം കൊടുക്കുന്നതാണ്. ഇനി 14 മുതൽ 18 വരെ മൗലിക അവകാശങ്ങളിൽ 14 മുതൽ 18 വരെ എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. 14 മുതൽ 18 വരെ. അതിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് 14 എന്ന് പറയുന്നത് എന്താണ്? നിയമസമത്വം അല്ലെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത്. 15 എന്താണ്? അവസര സമത്വമാണ്. സോറി, അവസരമല്ല, എന്താണ്? വിവേചനമാണ്. വിവേചനം, നിവിയ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. കോഡ് പഠിച്ചത് എന്താണ്? നിവിയ. 14, 15, 16. 16 എന്ത്? അവസര സമത്വം അല്ലെ. ഈ വിവേചനം എന്ന് പറയുന്നത് എന്താണ്? മതം, ജാതി, വർഗം, ലിംഗം എന്നിന്റെ പേരിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം വരുത്. 16 എന്ന് പറയുന്നത് എന്താണ്? അവസര സമത്വമാണ്. അതായത് എന്താണ്? പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. ഇനി 17 വരുമ്പോഴോ, 17 നമുക്കറിയാം തൊട്ടുകൂടായ്മ, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് നമ്മൾ പാസ്സാക്കിയതാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇനി 18 എന്താണ്? 18 എന്ന് പറയുന്നത് പദവി നാമങ്ങൾ അല്ലെ, പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ 14 മുതൽ 18 വരെ എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ് 14 മുതൽ 18 വരെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് 19 മുതൽ 12 വരെ. എന്താണ് 19 മുതൽ 12 വരെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? 19 മുതൽ 12 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യം. ഓക്കെ, ഇതിൽ 19ലാണ് നമ്മൾ എന്ത് പറയുന്നത്? 6 തരം മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നത്. മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നത് 19ലാണ്. അതായത് എന്താണ്? അഭിപ്രായം. നമ്മൾ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കാര്യം ഇതുവരെ ചോദിച്ചിരിക്കുന്ന, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് 23 to 24 എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശമാണ്. 23 മുതൽ 24 വരെ. അതിൽ തന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? സാധാരണയായിട്ട് ചോദിക്കുന്നതാണ് 23ഉം 24 എന്ന് പറയുന്നത് എന്താണ്? ബാലവേല നിരോധനമാണ്. 24 ബാലവേല നിരോധനം. അതേപോലെ 23 പറയുന്നത് മനുഷ്യക്കടത്തും ആ ഒരു മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് 23. ഇനി 25 മുതൽ 28 വരെയാണെങ്കിലോ അത് മതസ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യം. 29 മുതൽ 30 വരെ എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. 32 എന്ത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നല്ല രീതിക്ക് നോക്കിയിട്ടേ അടുത്ത പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. 32ലാണ് നമ്മൾ എന്തിനെ പറ്റിയൊക്കെ പറയുന്നത്? റിട്ടുകളെ പറ്റി പറയുന്നത്. എത്ര തരം റിട്ടുകളാണ് നമുക്കുള്ളത്? 5 തരം റിട്ടുകൾ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, അതേപോലെ തന്നെ മാൻഡമസ് ഉണ്ട്, അതേപോലെ പ്രൊഹിബിഷൻ ഉണ്ട്, കോ വാറന്റ് ഉണ്ട്, സെർഷ്യോററി ഉണ്ട്. അങ്ങനെ 5 തരം റിട്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് എന്ത് ചെയ്യാനുള്ള അവകാശം? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഫേസിലെ ചോദിച്ച ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമ്മളിപ്പോ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഏതാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. 19 to 22. അടുത്ത ഏതാണ്? സമത്വത്തിനുള്ള അവകാശം. 14 മുതൽ 18 വരെയാണ് സമത്വം. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് ഏതാണ്? 23. അതെ, 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരായ അവകാശം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഫേസിൽ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ ആണ്. 25 മുതൽ 28 വരെ പറയുന്നത് എന്തിനെ പറ്റിയാണെന്നാണ്. അതായത് 25 എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 25 ആണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ്? സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം എന്ന് പറയുന്നത്
ഏതാണ് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനും, അത് നമ്മുടെ ആർട്ടിക്കിൾ 26, അതായത് മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 26 പ്രകാരം. ഇനി 27 എന്താണ്? ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു മതത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? നികുതികൾ കൊടുക്കാനായിട്ട് നമ്മൾ ആരും നിർബന്ധിക്കാനായിട്ട് പാടില്ല. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഇനി 28-ലാണെങ്കിലോ, 28-ലാണ് ഈ പറയുന്ന 28(1) ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 28(1)ലാണ്. അപ്പൊ 28(2) എന്താണ് പറയുന്നത്? 28(2) എന്ന് പറയുന്നത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോമെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന, അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയാറുണ്ട് ചില മതങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തില്ല? 28(1) ബാധകമല്ല. അതേപോലെ 28(3) എന്താണ് പറയുന്നത്? ഇപ്പൊ സ്റ്റേറ്റിന്റെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവ എന്താണ്? നമ്മൾക്ക് ഒരാളെയും അവിടെ നിർബന്ധിക്കാനായിട്ട് പാടില്ല. മതപരമായ പ്രവർത്തനങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. പക്ഷെ ഒരു വിദ്യാർത്ഥിയെ പോലും നമ്മളവിടെ നിർബന്ധിച്ചത് ചെയ്യിക്കാനായിട്ട് പാടില്ല. അതാണ് ആർട്ടിക്കിൾ 28(3) പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം. ഇതെന്ന് പറയുന്നത് അതായത് നമ്മുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലാണ് ഈ ഒരു കാര്യം വരുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് ആർട്ടിക്കിൾ 30 പ്രകാരമാണ്. അപ്പൊ നമുക്കറിയാം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ്. അതിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 4 മാത്രമാണ് ഉൾപ്പെടാത്തത് വരുന്നത്. അന്യായമായി തടങ്കലിൽ വെക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ്. എന്താണ് അതിന്റെ മീനിങ്? ശരീരം ഹാജരാക്കുക. അതാണ് ഹേബിയസ് കോർപ്പസിന്റെ മീനിങ്, ശരീരം ഹാജരാക്കുക. എന്താണ് കോ വാറന്റോ എന്ന് പറയുന്നത്? കോ വാറന്റോ അതായത് എന്ത് അധികാരം എന്ന് ചോദിക്കുവാണ്, അല്ലെ? എന്ത് അധികാരം, അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമായ സ്ഥാനത്തല്ല അയാൾ ഇരിക്കുന്നെങ്കിൽ എന്താണ്? ആ ഉദ്യോഗം തടയുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. അടുത്തതാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ഒരു കർത്തവ്യം നിറവേറ്റാനായിട്ട് അയാൾ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം? കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. പിന്നെ ഉള്ളത് എന്താണ്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഹിബിറ്റ് ചെയ്യുക, എന്താണ്? വിലക്കുക. അതാണ് പ്രൊഹിബിഷന്റെ മീനിങ്, വിലക്കുക. അതായത് എന്താണ്? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെ പ്രാഥമികമായിട്ട് തടയുന്നതിനുള്ള റിട്ടാണ്. അതായത് എന്താണ്? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി എന്ത് ചെയ്യുന്നുണ്ട്? ലംഘിക്കുകയാണ്. ആ സമയത്ത് മേൽക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെർഷ്യോററി. ഈ സെർഷ്യോററി പ്രകാരമാണ് എന്താ? ശ്രീ പത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ കേസ് വിധിച്ചത് ഈ സെർഷ്യോററി പ്രകാരമാണ്. സോറി, അത് കോ വാറന്റോ ആണ്. കോ വാറന്റോ പ്രകാരമാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം. ഓക്കെ, സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. ഇതിന്റെ എല്ലാത്തിന്റെയും കറക്റ്റ് മീനിങ് കൂടി പഠിച്ചു വെക്കുക. സാക്ഷ്യപ്പെടുത്തുക, അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഉത്തരവിടുന്നതിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഈ പറയുന്ന അഞ്ച് റിട്ടുകളുണ്ട്. 5 റിട്ടുകളും പഠിച്ചു വെക്കുക. അതേപോലെ റിട്ടുകളെ പറ്റി ഏതാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ, റിട്ട് എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? റിട്ട് മൗലിക അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു USA നിന്നാണെങ്കിൽ റിട്ട് എവിടെ നിന്നാണ്? റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് കുറിച്യർ കലാപം. അടുത്ത ടോപ്പിക്കാണ് കുറിച്യർ കലാപം. 2 പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് കുറിച്യർ കലാപത്തെ പറ്റി. നമുക്കറിയാം 1812-ലാണ് കുറിച്യർ കലാപം നടക്കുന്നത്, അല്ലെ? 1812-ലാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് രാമനമ്പിയാണ്. നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? രാമനമ്പി. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യ ഗിരിവർഗ കലാപമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ പറയുന്ന കുറിച്യർ കലാപം. അതിൽ പങ്കെടുത്തവർ ആരൊക്കെയായിരുന്നു? കുറിച്യരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ ആരായിരുന്നു? കുറുമ്പരും. കുറുമ്പരും ചേർന്നാണ് ഈ കലാപത്തിന് നേതൃത്വം വഹിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? അതായത് നമുക്കറിയാം 1805 നമ്മൾ പഴശ്ശി വിപ്ലവം, അല്ലെ? പഴശ്ശി വിപ്ലവം 1805 പഴശ്ശി രാജാവ് മരിക്കുന്നുണ്ട്. ഈ പഴശ്ശി വിപ്ലവത്തില് നമ്മളെ പഴശ്ശി രാജാവിനെ സഹായിച്ചവരായിരുന്നു ഈ പറയുന്ന കുറിച്യരൊക്കെ.
സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുറിച്യരോടും കുറുമ്പരോടുള്ള പെരുമാറ്റം വളരെ മോശമാവുകയും, അതായത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അധിക നികുതി ഏർപ്പെടുത്തും. എല്ലായിടത്തെയും പ്രശ്നം നികുതി തന്നെയായിരുന്നു അല്ലെ. അധിക നികുതി ഏർപ്പെടുത്തി. പിന്നെ എന്താണ്, ഈ പറയുന്ന നികുതി എന്താക്കി നൽകണം, പണമായി തന്നെ നൽകണമെന്ന് കർശനമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ നികുതി അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി പിടിച്ചെടുക്കുന്നു. ഇതൊക്കെയായിരുന്നു കുറിച്യർ കലാപത്തിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനുള്ള ഒരു പേരാണ് എന്താ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്തായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക? നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ആ ഒരു മുദ്രാവാക്യമായിരുന്നു എന്താ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇവർക്ക് ഈ നികുതി ഏർപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് എന്താ, തോമസ് വാർഡൻ. അതേപോലെ തന്നെ മറ്റൊരു പേരാണ് എന്താ, TH ബേബർ. എന്താണ് TH ബേബറിന്റെ പ്രത്യേകത? അദ്ദേഹമാണ് പറയുന്നത്, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നേനെ എന്ന് പറഞ്ഞത് TH ബേബർ ആണ്. അതേപോലെ തന്നെ 1812 മെയ് 1 എന്ത്, നമ്മുടെ രാമനമ്പിയെ ബ്രിട്ടീഷ് സൈന്യം വധിക്കുന്നത്. 1812 മെയ് 8 എന്ത് ചെയ്യുന്നുണ്ട്, കുറിച്യർ കലാപം അടിച്ചമർത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കുറിച്യർ കലാപവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നൊരു പുസ്തകം ഉണ്ട്. അത് ആരാണ് എഴുതിയത്? കുമാരൻ വയലേരി. ആരാണ്? കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം. ഇനി അപ്പം നിങ്ങൾക്ക് ഇപ്പൊ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഫേസിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഫേസിൽ 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി വിപ്ലവം, കുറിച്യർ കലാപം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് വേണം പഠിച്ചു പോകാൻ. കാരണം ആ ഒരു സമയത്ത് നടന്ന വിപ്ലവങ്ങളായതെല്ലാം, ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി വിപ്ലവങ്ങൾ 1ഉം 2ഉം, അതേപോലെ കുറിച്യർ കലാപവും കൂടി. പിന്നെ എന്താണ്, കുണ്ട്ര വിളംബരം. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം. നമുക്ക് അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യർ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായത്. കലാപം നടന്ന 1812 ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു. ശരിയാണോ? രാമനമ്പി ആരായിരുന്നു? കുറിച്യർ കലാപത്തിന്റെ നേതാവായിരുന്നു. അപ്പൊ 2 തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. നേരെ 2 ഉള്ളത് മാത്രം നിർത്തി ബാക്കി അങ്ങ് കട്ട് ചെയ്തു. അപ്പൊ ഇതെന്താണ്, ഒന്നുകിൽ C ആകാം, അല്ലെങ്കിൽ എന്താകാം, B ആകാം. ഇത് 2ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ വരേണ്ടത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വധിക്കുന്നുണ്ട്. ആണോ? പാലിയത്തച്ഛന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല, രാമനമ്പി ആയിരുന്നു നേതാവ്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. അപ്പൊ 2ഉം 3ഉമാണ് ഇവിടെ തെറ്റ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് നമുക്ക് വേണ്ട? തെറ്റല്ലേ? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. B അല്ല, B കറക്റ്റ് ആണ്. ശരിയായ ഉത്തരമാണ് എന്താ, B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പൊ ഇവിടെ ശരിയുള്ള പ്രസ്താവന 1ഉം 4ഉമാണ്. നമുക്ക് വേണ്ടത് തെറ്റാണ്. ഓപ്ഷൻ C 2ഉം 3ഉമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യനും എന്തായിരുന്നു, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായിരുന്നു ചോദിച്ചത്. 1812 കുറിച്യർ ലഹള നടന്നത്. ശരിയാണ്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗം, കുറിച്യരും കുമ്പാരയല്ല, ആരായിരുന്നു? കുറിച്യരും കുറുമ്പരുമാണ്. 2 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 2 നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകൾ. 2 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻസർ ഏതാണ്? ഓപ്ഷൻ C 1, 3, 4 പ്രധാന നേതാവാണ് രാമനമ്പി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയായിരുന്നു കുറിച്യർ ലഹള എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഫേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ് കലാപത്തിനിടയാക്കിയത്. ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. ആണോ? രാജ്മഹൽ കുന്നിൽ നടന്നത് ഏതായിരുന്നു? അത് സാന്താൾ കലാപമാണ്. സാന്താൾ വിപ്ലവമായിരുന്നു രാജ്മഹൽ കുന്നുകൾ അല്ലെ. സിദ്ധുവും കൻഹും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. 2 തെറ്റാണ്. നമുക്ക് വേണ്ടത് എന്താണ്, ബന്ധപ്പെട്ട പ്രസ്താവനകളല്ലേ. 2 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോവുക. 2 ഉള്ളതങ്ങ് കട്ട് ചെയ്ത് കളയുക. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലോഗൻ കമ്മീഷൻ നിയമിച്ചു. തെറ്റാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ C 1ഉം 4ഉമാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്നുള്ളത്. അതായത് നമുക്ക് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം സമരങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ,
ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് 1915 ജനുവരി 9. എന്താണ് ജനുവരി 9ന്റെ പ്രത്യേകത? പ്രവാസി ദിനമാണ്. അതായത് ഗാന്ധിജി പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസമാണ് ജനുവരി 9 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജനുവരി 9നെ നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ആദ്യത്തെ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമുണ്ട് 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. എന്താണ്? കർഷകർ തങ്ങളുടെ ഭൂമിയിൽ 20-3 ഭാഗം, അതായത് എന്താണ്, ഇപ്പൊ ഇതൊരു കൃഷിഭൂമിയാണെങ്കിൽ അതിനെ നമ്മളിങ്ങനെ 20 മുറിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ഭാഗത്തും എന്ത് ചെയ്യണം? നീലം കൃഷി ചെയ്യണം. ഈ ഒരു സമ്പ്രദായം അറിയപ്പെട്ട പേരാണ് തിങ്കാതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. തിങ്കാതീയ സമ്പ്രദായം അപ്പൊ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത്. അടുത്തത് നെക്സ്റ്റ് വരുന്ന ഏതാണ്? അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. ഓക്കെ, അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. എന്താണ്? പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിലവിലെ ബോണസ് കൂട്ടി 35% ബോണസ് കൂട്ടണം എന്ന് പറയുന്നതായിരുന്നു. പിന്നീടുള്ളത് ഗേദ സത്യാഗ്രഹമാണ്. അതേതാണ്? 1918. പിന്നീട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? റൗലറ്റ് നിയമമാണ്. ഓക്കെ, റൗലറ്റ് നിയമം എന്നാണ്? 1919. എന്താണ് റൗലറ്റ് നിയമം? വിചാരണ കൂടാതെ ഏതൊരു പൗരനെയും എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തെയാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വരുന്നത്. അതേപോലെ വരുന്നതാണ് നിസ്സഹകരണ സമരം, അല്ലെ? നിസ്സഹകരണ സമരം, അതേപോലെ ചൗരി ചൗര സമരം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നിസ്സഹകരണ പ്രസ്ഥാനം എന്നാണ്? 1920. ചൗരി ചൗര സംഭവം എന്നാണ്? അത് 1922. അതായത് എന്താണ് സംഭവിച്ചത്? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്നൊരു ജില്ലയില് എന്ത് ചെയ്യാനുണ്ട്? കോൺഗ്രസ് ജാഥയിലേക്ക് പോലീസുകാർ വെടിവെക്കുകയും ഈ ജാഥയിൽ വന്ന ആൾക്കാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസ് സ്റ്റേഷൻ തീയിടുകയും അവിടെ ഏകദേശം 22ഓളം, 1922 നടന്ന സംഭവമാണ്, 22ഓളം പോലീസുകാർ മരിക്കുകയും ചെയ്തു. ആ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഈ ചൗരി ചൗര സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കുന്നത്. അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി വിളിച്ച പേരാണ് എന്ത്? ഹിമാലയൻ ബ്ലണ്ടർ. അതായത് എന്താണ്? അതായത് ഗാന്ധിജി എന്ന് പറയുന്നത് എന്താണ്? അഹിംസയൊക്കെ മുന്നോട്ട് കൊണ്ടാണ്. അതായത് ജനങ്ങൾക്ക് എന്താണ് അഹിംസ എന്നൊരു ആശയം മനസ്സിലായില്ല. അതൊരു ഹിമാലയൻ ബ്ലണ്ടർ ആയിപ്പോയി നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് എന്താണ്? ഒന്നിലും സഹകരിക്കാതിരിക്കുക, അതാണ് നിസ്സഹകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്? മെയിനായിട്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നുണ്ട്, നികുതി നിഷേധിക്കുന്നുണ്ട്, പദവികൾ നിഷേധിക്കുന്നുണ്ട്, കോടതികൾ ബഹിഷ്കരിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറെ ബഹിഷ്കരണങ്ങളും. പക്ഷെ അതേപോലെ തന്നെ അവർ കുറെ ക്രിയാത്മകമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഹിന്ദു മുസ്ലിം ഐക്യങ്ങൾ കൂട്ടി, ഐത്തോച്ചാടനം കൂട്ടി, അല്ലെ? അതേപോലെ ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, അതേപോലെ ദേശീയ വിദ്യാലയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളായിരുന്നു. ഓക്കെ, പിന്നെ എന്തായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്? അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ നിയമം, അങ്ങനെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം എന്ന് ബന്ധപ്പെട്ട് കുറച്ചധികം നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു വേണം പോകാനായിട്ട്. അതിൻ്റെയും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ എന്ത് ചെയ്യാം? നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടേക്കാം. താഴെ പറയുന്നവൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ ഏതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. നികുതി നൽകുക എന്നുള്ളത് എന്താണ്? ഒരിക്കലും അതുമായിട്ട് ബന്ധമുള്ളതല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതെല്ലാം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് എന്ത്? നയീം താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 നമുക്ക് പഠിക്കുന്നുണ്ട്. 5 തവണ ഗാന്ധിജി കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. എല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് മൗലിക ചുമതലകൾ. മൗലിക ചുമതലകൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 4A മൗലിക ചുമതലകൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം 1942
1976 42-ാം ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അത് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഭാഗമാണ് ഏത്? 4A എന്ന് പറയുന്നത് മൗലിക ചുമതലകളുള്ള ഭാഗവും അതേപോലെ 51 എന്ന് പറയുന്നത് മൗലിക ചുമതലകളുള്ള ആർട്ടിക്കിളുമാണ്. ഓക്കെ, എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് മൗലിക ചുമതലകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പഠിക്കാനുള്ളത്? 1977 ജനുവരി 3 എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നതാണ് 1977 ജനുവരി 3. USSR അതായത് റഷ്യയിൽ നിന്നാണ് മൗലിക ചുമതലകൾ അഥവാ മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് 86-2022 എന്ന് പറയുന്നത്? 86-ാം ഭേദഗതി 2002 എന്താ? വിദ്യാഭ്യാസ നിയമം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ്. നമുക്കറിയാം 21A ആയിട്ട് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ 21A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായിരുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് പ്രകാരം വന്ന ഒരു മൗലിക ചുമതലയാണ് 86-ാം ഭേദഗതിയിൽ 2002 വന്നത്. ഓക്കെ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ പറ്റി പരാമർശിച്ചിട്ടില്ലായിരുന്നു. ശരിയാണ്. നമുക്കറിയാം 1976 42-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ആഡ് ചെയ്യുന്നത്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. സർക്കാരിയ കമ്മീഷൻ ആണോ? അല്ല, അവിടെ ഏതാണത്? സൊറൻ സിംഗ് കമ്മിറ്റി ആയിരുന്നു. ഏതാണ്? സൊറൻ സിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. നിലവിൽ എത്രയാണ് മൗലിക ചുമതലകൾ? 11 ആണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി വരുന്നത്? 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. കർത്തവ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നമ്മൾ ആദരിക്കണം. അതേപോലെ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും നമ്മൾ ചെയ്യണം. ശാസ്ത്ര വികാസം, മാനവികത, പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. ഇവയെല്ലാം എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്. അപ്പൊ ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ 7ാമത്തെ ഹോട്ട് ടോപ്പിക്കിൽ വരുന്നതാണ് ദേശീയ ഗാനം, ഗീതം, ദേശീയ ചിഹ്നങ്ങൾ എന്നിവ. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ആദ്യം നമുക്ക് പഠിക്കേണ്ട ദേശീയ ഗാനവും ഗീതവുമാണ് അല്ലെ. ജനഗണമനയും വന്ദേ മാതരവും കമ്പയർ ചെയ്ത് പഠിക്കാം. 1950 ജനുവരി 24 രണ്ടും എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ അംഗീകാരം നൽകുന്നത്. ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിൽ വന്ദേ മാതരം ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രണ്ടും എന്താണ്? ബംഗാളി ഭാഷയിലാണ്. ഇതിന് എന്താണ്? സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂറും വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയുമാണ്. ഇതിന്റെ രാഗം, ജനഗണമനയുടെ രാഗം ശങ്കരാഭരണമാണെങ്കിൽ വന്ദേ മാതരത്തിന്റെ രാഗം ദേശിരാഗമാണ്. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. അതിന്റെ സംക്ഷിപ്ത രൂപമാണെങ്കിൽ 20 സെക്കൻഡാണ്. എങ്കിൽ വന്ദേ മാതരം ആലപിക്കാൻ വേണ്ടത് 65 സെക്കൻഡാണ്. ഭാരത ഭാഗ്യ വിധാത എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് അതിന്റെ 5 ഖണ്ഡികയുണ്ട്. അതിൽ 1ാമത്തെ ഖണ്ഡികയാണ് നമ്മുടെ ജനഗണമന എന്ന് പറയുന്നത്. ഇത് വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഓക്കെ, ആനന്ദമഠം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കി എഴുതിയൊരു നോവലാണ് ആനന്ദമഠം. അതിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് 1911 INC സമ്മേളനത്തിലാണ്. എങ്കിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് 1896 INC സമ്മേളനമാണ്. അതേപോലെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. സരളാദേവി ചൗധരാണിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ഇനിയാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളിൽ നമുക്ക് വരേണ്ടത്. നമുക്കറിയാം ദേശീയ മൃഗം ഏതാണ്? കടുവ. അതേപോലെ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. ഇപ്പൊ ദേശീയ മൃഗം കടുവയായത് 1972 1972. അതിനു മുമ്പ് വരെ ആരായിരുന്നു? നമ്മുടെ സിംഹമായിരുന്നു.
അപ്പൊ നമുക്കറിയാം 1973 എന്താ പ്രോജക്റ്റ് ടൈഗർ വന്നത്. ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി ദേശീയ പക്ഷി എന്ന് പറയുന്ന മയിലാണ്. 1963 മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനുള്ള? ദേശീയ നദി. നദി ഏതാണ്? ഗംഗയാണ് ദേശീയ നദി. അത് ഏത് വർഷമാണ്? 2008 നവംബർ 4 ദേശീയ നദിയായിട്ട് നമ്മൾ ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. നെക്സ്റ്റ് ജലജീവി. ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ. ഓക്കെ, ഗംഗാ ഡോൾഫിൻ ആണ് ദേശീയ ജലജീവി. എന്നാണ്? 2009 ഒക്ടോബർ 5 ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ ഗംഗാ ഡോൾഫിൻ ദിനമാണ് എന്തെന്ന് പറയുന്ന ഒക്ടോബർ 5 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൈതൃക മൃഗമാണ് ആര്? ആന. ആനയാണ് നമ്മുടെ പൈതൃക മൃഗം. അത് ഏത് വർഷമാണ്? 2010 എങ്കിൽ പ്രോജക്റ്റ് എലിഫന്റ് എന്നായിരുന്നു? പ്രോജക്റ്റ് എലിഫന്റ്. പ്രൊജക്ട് ടൈഗർ നമ്മൾ പറഞ്ഞു 73. പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്നത് 1992. അതേപോലെ നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? ദേശീയ ചിഹ്നം അല്ലെ? ഇതല്ലേ ദേശീയ, രൂപയുടെ ചിഹ്നം. രൂപയുടെ ചിഹ്നം എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നമല്ലേ വരുന്നത്? അതായത് അത് എന്നാണ്? 2010 ജൂലൈ 15 ദേശീയ, അതായത് ചിഹ്നം. നമ്മുടെ ഈ രൂപ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ കറൻസി രൂപയാണ്. അതിന്റെ ചിഹ്നമാണ് ഈ തന്നിരിക്കുന്നത്. അതാരാണ് രൂപകൽപ്പന ചെയ്തത്? ഡി ഉദയകുമാർ. ഡി ഉദയകുമാർ ആണ്. ഓക്കെ, അതേപോലെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ദേശീയ വൃക്ഷം ചോദിക്കാറുണ്ട്. ആലെന്ന് തരും, അതല്ല. എന്താണ്? പേരാലാണ്. ചിലപ്പോൾ നമുക്ക് പേരാല് അറിയാലെന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഏതാണ് ദേശീയ വൃക്ഷം? അത് പേരാലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ്? അത് സിംഹമുദ്രയാണ് ദേശീയ ചിഹ്നം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അതേപോലെ ദേശീയ പതാക. ദേശീയ പതാകയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദേശീയ പതാകയെ പറ്റി എന്തൊക്കെയാണ്? 1947 ജൂലൈ 22 ദേശീയ പതാക എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. അതേപോലെ 2002 ജനുവരി 26 എന്ത്? ഫ്ലാഗ് കോഡ്, പതാക നിയമമൊക്കെ നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഹിന്ദി ഭാഷയാണ് ആണോ? അല്ല, നമ്മൾ പറഞ്ഞു ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത്. 2 തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? 2 തെറ്റാണ്. 2 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തോ. ആൻസർ വരേണ്ടത് ഏതാണ്? 1 നും 3 ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര ദിവസമായിരുന്നു? 603 ദിവസമാണ്. അവസാനിച്ച ദിവസമാണ് 1925 നവംബർ 23. ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു രാജാവ്. അവസാനിക്കുമ്പോൾ ആരായിരുന്നു? സേതുലക്ഷ്മി ബായി ആയിരുന്നു. പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ടി.കെ. മാധവനും കെ. കേളപ്പനുമായിരുന്നു. അതേപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏതായിരുന്നു? സവർണജാഥ മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ നയിക്കുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ടേക്ക് വന്ന ഒരാളുണ്ടായിരുന്നല്ലോ ഗാന്ധിജി, അതാരാണ്? വിനോബ ഭാവെ. അതായത് ഈ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി വിലയിരുത്താൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് ആര്? വിനോബ ഭാവെ. ആരാണ് അദ്ദേഹം? പൗനാറിലെ സന്യാസി. ഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണ് ആര്? നമ്മുടെ വിനോബ ഭാവെ എന്ന് പറയുന്നത്. അതേപോലെ എം.ഇ. നായിഡു എങ്ങോട്ടേക്കാണ്? നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ ജാഥ നയിച്ചു. ഇ.വി. രാമസ്വാമി നായ്ക്കർ മധുര മുതൽ വൈക്കം വരെ ജാഥ നയിക്കുന്നുണ്ട്. ഇനി ആരാണ്? കുഞ്ഞാപ്പി ബാഹുലേനും ഗോവിന്ദ പണിക്കരും. അതായത് നമുക്കറിയാം ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു അമ്പലത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആരും കടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് സമരം തുടങ്ങുന്നത് ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പുലയ, ഈഴവ, നായർ സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബോർഡിന്റെ അപ്പുറം കടക്കുന്നുണ്ട്. അതായിരുന്നു സമരരീതി. ഓക്കെ, അതേപോലെ ഈ സമരവുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമമാണ് വെല്ലൂർ മഠം. ഇണ്ടൻ തുരുത്തി മന. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഗാന്ധിജിയൊക്കെ വന്ന് സംസാരിച്ച മനയാണ് ഏത്? ഇണ്ടൻ തുരുത്തി മന എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ആരാണ്? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം?
സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്, ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു, ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇതല്ലായിരുന്നു ആൻസർ അല്ലെ, 4 അല്ല. അപ്പൊ ഏതാണ് ആൻസർ? 1, 2, 3. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായിരുന്നു? അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അതായത് എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിനോടുള്ള ഉള്ള വഴികളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു അവർ നേടാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ ഒന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമരങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം പഠിക്കേണ്ട വ്യക്തിയുടെ പേരാണ് ആര്? അരുണ റോയ്. ആരാണ് അരുണ റോയ് എന്ന് പറയുന്നത്? നമുക്കറിയാം, മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന അരുണ റോയുടേതാണ് അല്ലെ. വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങളൊക്കെ ആരുടേതാണ്? ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ്. അതേപോലെ 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം എന്ത് വരുന്നത്? പ്രാബല്യത്തിൽ വരുന്നത്. വജാഹത്ത് ഹബീബുള്ള. ആരാണ് വജാഹത്ത് ഹബീബുള്ള? വിവരാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. ആരാണ്? ദീപക് സന്ധു അല്ലെ. വജാഹത്ത് ഹബീബുള്ള ആദ്യ വ്യക്തിയാണ്. ദീപക് സന്ധു എന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യ വനിതയാണ് ദീപക് സന്ധു. ഇനി സുഷമ സിംഗ് ആരാണ്? രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് എന്ന് പറയുന്നത്. ആരാണ്? ഹീരാലാൽ സമരിയ. നിലവിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ എന്ന് പറയുന്നത്. ഓക്കെ, വിവരാവകാശ കമ്മീഷൻ നിങ്ങൾ പുസ്തകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തിക്ക് വായിച്ചിട്ട് വേണം അതും പോകാനായിട്ട്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ. വിവരാവകാശ കമ്മീഷന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്, ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്, ശരിയാണ്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതും എന്താണ്? ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. 2005 ഒക്ടോബർ 12-ആണ്. അപ്പൊ ഇവിടെ എന്താണ്? 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് നിലവിൽ വന്നത്, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് എല്ലാം ആർക്ക് മുന്നിലാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി 1, 2 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കറിയാം 1993 ഒക്ടോബർ 12-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 93 ഒക്ടോബർ 3-ന്. ആരായിരുന്നു ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇനി ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് എന്താണ് പ്രത്യേകത? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ്. ചെയർമാൻ ആയിരുന്നില്ല, അംഗമായ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യം. എന്താണ് മാനവാധികാർ ഭവൻ? ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവാധികാർ ഭവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അത് ഏതായിരുന്നു? അത് CIC ഭവനാണ്. CIC ഭവൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായതേത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യത്തെ ചെയർമാൻ, ഇത് ശരിയാണ്, ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 1993 ഡിസംബർ 10-നാണ് ആദ്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. 93 ഡിസംബർ 10-ന് ആദ്യ കമ്മീഷൻ നിലവിൽ വരുന്നു. 1993 അതുകൊണ്ടാണ് നമ്മൾ ഡിസംബർ 10 എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ ഒക്ടോബർ 12 എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ കമ്മീഷൻ നിലവിൽ വന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് നിലവിൽ വന്നത്, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് എല്ലാം ആർക്ക് മുന്നിലാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി 1, 2 റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കറിയാം 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. 93 ഒക്ടോബർ 3 ആരായിരുന്നു ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇനി ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് എന്താണ് പ്രത്യേകത? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ്. ചെയർമാൻ ആയിരുന്നില്ല, അംഗമായ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യം. എന്താണ് മാനവാധികാർ ഭവൻ? ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവാധികാർ ഭവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അത് ഏതായിരുന്നു? അത് CIC ഭവനാണ്. CIC ഭവൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയാണ്. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നത്. ആണോ? അല്ല. ഡിസംബർ 10 നമുക്ക് എന്താണ്? മനുഷ്യാവകാശ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പക്ഷേ ഡിസംബർ 10 അല്ല, ഒക്ടോബർ 12 ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇതും ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായവയാണ്. 1, 2, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 1, 2, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ചെയർമാനെ നിയമിക്കുന്നത് അത് രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത്രയും ടോപ്പിക്കുകൾ, ഈ 10 ടോപ്പിക്കുകളിൽ ഇതിന്റെ 9 എണ്ണത്തിന്റെയും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തിരിക്കാം. ആ ക്ലാസ്സുകളും കൂടി കണ്ട് ആ മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.